നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് +1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബ്രേവിംഗ് ദി ഹസാർഡ്സ് എന്ന് പറയുന്നതാണ്. ഒരു പുതിയ യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. ബ്രേവിംഗ് ദ ഹസാർഡ്സ്. എന്താണ് ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ? ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ആപത്ത്, ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബ്രേവിംഗ് എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക, നേരിടുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബുദ്ധിമുട്ടുകളെ നേരിടുക അല്ലെങ്കിൽ ആപത്ത് ഘട്ടങ്ങളെ തരണം ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ യൂണിറ്റിൻ്റെ ഉള്ളടക്കവും. ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ആപത്ത് ഘട്ടങ്ങളെ അല്ലെങ്കിൽ ദുരന്തങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. ദുരന്തങ്ങളെ നേരിടുന്നതിനെ പറ്റി സംസാരിക്കുന്ന ഒരു എസ്സേയും അതുപോലെ ഒരു കവിതയും ഒരു ചെറുകഥയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. നമുക്കതിൻ്റെ ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം. ഈ യൂണിറ്റിൻ്റെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കുറച്ച് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അത് ദുരന്തങ്ങളുടെ ചിത്രമാണ്. കൊടുങ്കാറ്റും അതുപോലെ വെള്ളപ്പൊക്കവും വാഹനാപകടവും കാട്ടുതീയും അങ്ങനെ തുടങ്ങിയ നിരവധി ആപത്തുകളുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ പ്രകൃതിദത്തമായതാകാം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും ആകാം. ഇങ്ങനെയുള്ള പല ദുരന്തങ്ങളുമൊക്കെ നമ്മൾ ദിനംപ്രതി അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ എന്ത് ചെയ്യുന്നതാണ്, കാണുന്നതാണ്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എടുത്താൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലായി, അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ പ്രളയം വരുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെയൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് നേരിടുകയും അതിൽ നിന്നെല്ലാം നമ്മളൊക്കെ മുക്തരാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ദുരന്തങ്ങളും ദുരന്ത നിവാരണവും എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി അഞ്ജന മജുംദാർ എഴുതിയിരിക്കുന്ന ഒരു എസ്സേയാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേര് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ദുരന്തവും ദുരന്ത നിവാരണവും ഇന്ത്യയിൽ. ദുരന്തങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അത് ചിലപ്പോൾ നാച്ചുറൽ ആകാം അല്ലെങ്കിൽ മാൻമെയ്ഡ് ആകാം. പ്രകൃതിദത്തമായിട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളാകാം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ട് മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളാകാം. എന്തു തന്നെയായാലും അത് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ അതിനെ നിവാരണം ചെയ്യുന്നു, എങ്ങനെ അതിനെ എതിരേൽക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെയൊക്കെ നോക്കിക്കാണുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ ദുരന്തവും ദുരന്ത നിവാരണവും എങ്ങനെ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു എസ്സേയാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. ഡിസാസ്റ്റർ ഈസ് എ വെരി കോമൺ ഫിനോമിനൻ ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവ വികാസമാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ് ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് സിൻസ് ദി ടൈം ഇമ്മമോറിയൽ. ആദ്യകാലം മുതൽ തന്നെ മനുഷ്യൻ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, ഡിസാസ്റ്ററുകളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. വ്യത്യസ്ത തരത്തിലുള്ള ദുരന്തങ്ങളെ മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യകുലം അഭിമുഖീകരിച്ചിട്ടുണ്ട്. സിൻസ് ദ ടൈം ഇമ്മമോറിയൽ. ഏത് മുതൽ? ആദ്യകാലം മുതൽക്ക് തന്നെ. The latest world disaster report suggests that disasters have increased both in frequency and intensity. ഏറ്റവും അവസാനം പുറത്തു വന്ന വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദാറ്റ് ഡിസാസ്റ്റേഴ്സ്, അതായത് ദുരന്തങ്ങൾ, ഹാവ് ഇൻക്രീസ്ഡ് ബോത്ത് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി. തീവ്രതയിലും അതിൻ്റെ തോതിലും ഫ്രീക്വൻസിയിലും ദുരന്തങ്ങളുടെ ഒരു വർധനമാണ് കാണാനായിട്ട് കഴിയുന്നത് എന്നാണ് ഡിസാസ്റ്റർ റിപ്പോർട്ട് പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡിസാസ്റ്റർ റിപ്പോർട്ട് പറയുന്നത്. People are becoming more and more vulnerable to disasters of all types, which include earthquakes, floods, cyclones, landslides, droughts, accidents, plane crashes, forest fires, etc. അതായത് ഏതുപോലുള്ള എർത്ത്ക്വേക്സ്, ഭൂമികുലുക്കം, ഫ്ലഡ്സ്, പ്രളയം, സൈക്ലോൺസ്, ചുഴലിക്കാറ്റ്, ലാൻഡ്സ്ലൈഡ്, മണ്ണിടിച്ചിൽ, ഡ്രൗട്ട്സ്, വരൾച്ച, ആക്സിഡൻറ്റ്, അപകടങ്ങൾ, പ്ലെയിൻ ക്രാഷസ്, പ്ലെയിൻ അപകടങ്ങൾ, ഫോറസ്റ്റ് ഫയേഴ്സ്, കാട്ടുതീ തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള ഡിസാസ്റ്ററുകൾക്ക് ആളുകൾ കൂടുതൽ വശംവദരായിട്ട് കൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ വൾണറബിൾ. കൂടുതൽ ആളുകൾ അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ടു ഡിസാസ്റ്റേഴ്സ് ഓഫ് ഓൾ ടൈപ്സ്. എല്ലാ തരത്തിലുമുള്ള ഡിസാസ്റ്റേഴ്സിന്, ദുരന്തങ്ങൾക്ക് ആളുകൾ വശംവദരായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളതാണ് എർത്ത്ക്വേക്സ്, ഫ്ലഡ്സ്, സൈക്ലോൺസ്, ലാൻഡ് സ്ലൈഡ്സ്, ഡ്രോട്ട്സ്, ആക്സിഡൻറ്റ്സ്, പ്ലെയിൻ ക്രാഷസ്,
ഫോറസ്റ്റ് ഫയർസ് എറ്റ്സെട്ര, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്കെല്ലാം ആളുകൾ വൾണറബിളായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ക്വൈറ്റ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. എല്ലാ രാജ്യങ്ങളിലും, അതായത് ഡെവലപ്ഡ്, പിന്നെ വികസിത രാജ്യങ്ങളായാലും ഡെവലപ്പിംഗ് വികസ്വര രാജ്യങ്ങളായാലും കണ്ടീഷൻ ഇതുപോലെ തന്നെയാണ്, തുല്യമായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് അവിടെയുള്ളത്. ദുരന്തങ്ങളുടെ പട്ടികയിൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ദ ഫ്ലഡ്സ് ഇൻ ദി UK ആൻഡ് ഫ്രാൻസ് ആൻഡ് ദി ഹീറ്റ് വേവ്സ് ഇൻ യൂറോപ്പ്, പർട്ടിക്കുലർലി ദ വൺ ഇൻ ഫ്രാൻസ് ഇൻ 93 claimed lots of lives. ദ ഫ്ലഡ്സ് ഇൻ ദ UK യുണൈറ്റഡ് കിങ്ഡമിലുണ്ടായിട്ടുള്ള ഫ്ലഡ്സ്, ജലപ്രളയവും, ആൻഡ് ഫ്രാൻസ്, കൂടാതെ ഫ്രാൻസിലുണ്ടായ ജലപ്രളയവും, ആൻഡ് ദ ഹീറ്റ് വേവ്സ് ഇൻ ദി യൂറോപ്പിലെ അത്യുഷ്ണവും, പർട്ടിക്കുലർലി ദ വൺ ഇൻ ഫ്രാൻസ് ഇൻ 2003 2003 ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് 2003 ഫ്രാൻസിലുണ്ടായിട്ടുള്ള അത്യുഷ്ണവും, ക്ലെയിംഡ് ലോട്ട്സ് ഓഫ് ലൈഫ്സ്, ഒരുപാട് ജീവിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹനിച്ചിട്ടുണ്ട്. അതായത് ജനറലി പറയുകയാണെങ്കിൽ UK അതുപോലെ ഫ്രാൻസിലും ഉണ്ടായ ഫ്ലഡ്സും, ഇനി ഫ്രാൻസിലുണ്ടായ 2003 ഒരു അത്യുഷ്ണവും എല്ലാം ഒരുപാട് ജനജീവിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് ജീവൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, അവസാനത്തെ കുറച്ച് വർഷങ്ങളിൽ, അതായത് ഈ കഴിഞ്ഞുപോയ കുറച്ച് വർഷങ്ങളിൽ അമേരിക്ക ഹാസ് ഓൾസോ ഫേസ്ഡ് ഡിവാസ്റ്റേറ്റിംഗ് ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ഫോം ഓഫ് ടൊർണാഡോസ്, ഹറിക്കെയിൻസ് ആൻഡ് സൈക്ലോൺസ്. ടൊർണാഡോയും ഹറിക്കെയിനും സൈക്ലോൺസും എല്ലാം ചുഴലിക്കാറ്റുകളാണ്, കൊടുങ്കാറ്റുകളാണ്, വ്യത്യസ്ത തരത്തിലുള്ള കാറ്റുകളാണ്. അപ്പോൾ അമേരിക്കയും ഹാസ് ഓൾസോ ഫേസ്ഡ് ഡിവാസ്റ്റേറ്റിംഗ് ഡിസാസ്റ്റേഴ്സ്, വളരെ ദുരന്തപൂർണമായിട്ടുള്ള, തകർത്ത് തരിപ്പണമാക്കി കളയുന്ന തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിനെ അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത് ടൊർണാഡോയുടെയും ഹറിക്കെയിൻ്റെയും അതുപോലെ തന്നെ സൈക്ലോണിൻ്റെയും രൂപത്തിലുള്ള ദുരന്തങ്ങളാണ്, പ്രകൃതി ദുരന്തങ്ങളാണ്. ദേ കോസ്ഡ് ഗ്രേറ്റ് ലോസ് ഓഫ് ലൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി, ജീവനും സ്വത്തിനും സമ്പത്തിനുമെല്ലാം വലിയ വലിയ നാശം വിതച്ച ദുരന്തങ്ങളായിരുന്നു ആ കഴിഞ്ഞു പോയതൊക്കെ. Even though the progress in technology is helping human beings to reduce the impact of the disasters, even though the progress in technology, നമ്മൾ ടെക്നോളജിയിൽ, അതായത് സാങ്കേതികപരമായിട്ട് കൈവരിച്ചിട്ടുള്ള പുരോഗതികളെല്ലാം തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളാണ് ഇൻ റെഡ്യൂസിങ് ദി ഇമ്പാക്റ്റ് ഓഫ് ദ ഡിസാസ്റ്റേഴ്സ്. ഈ ഡിസാസ്റ്ററുകളുടെ, ഈ ദുരന്തങ്ങളുടെ ആ ഒരു ഫലത്തെ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റിയെ, തീവ്രതയെ കുറയ്ക്കുന്നതിൽ ഒരു പരിധിവരെ ഈ ടെക്നോളജി, സാങ്കേതിക വിദ്യ നമ്മളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇറ്റ് ഈസ് സ്റ്റിൽ ഇന്നാഡിക്വേറ്റ്, ഇപ്പോഴും അത് തീർത്തും അപര്യാപ്തകരം തന്നെയാണ്. അപ്പോൾ നമ്മളെ കുറച്ചൊക്കെ ഈ ടെക്നോളജി സഹായിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ എഫക്റ്റിനെ, അതായത് ഈ ഡിസാസ്റ്റർ ഉണ്ടാക്കുന്ന ആഫ്റ്റർ ഇഫക്ട്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോഴും അത് ഇന്നാഡിക്വേറ്റ് ആണ്, ഇൻസഫീഷ്യൻ്റ് ആണ്, തീർത്തും അപര്യാപ്തമായി തന്നെ എന്ത് ചെയ്യുകയാണ്, തുടരുകയാണ് എന്നാണ് പറയുന്നത്. There is a direct correlation between higher human development and better preparedness to manage disasters. മാനവ വികാസവും മനുഷ്യൻ്റെ വികാസവും അതുപോലെ തന്നെ ദുരന്തങ്ങളെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ദർ ഈസ് എ ഡയറക്റ്റ് കോറിലേഷൻ, ഒരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത്, ബിറ്റ്വീൻ ഹയർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മാനവ വികാസവും അതുപോലെ തന്നെ ആൻഡ് ബെറ്റർ പ്രിപ്പയർഡ്നെസ് ടു മാനേജ് ഡിസാസ്റ്റേഴ്സ്, ഡിസാസ്റ്ററുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പും തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു കോറിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. The countries which have lower human development are more vulnerable to the risk of disasters and damage. മാനവവികാസം കുറഞ്ഞ രാജ്യങ്ങളിൽ ദുരന്തങ്ങളും അവ സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതായത് നാശനഷ്ടങ്ങൾക്കും ആ രാജ്യം കൂടുതൽ വൾണറബിളായി തീരാറുണ്ട്, കൂടുതൽ വശംവദരായിട്ട് എന്ത് തീരാറുണ്ട്. ദ കൺട്രീസ് വിച്ച് ഹാവ് ലോവർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മാനവ വികാസം കുറഞ്ഞ രാജ്യങ്ങളിൽ ദേ ആർ മോർ വൾണറബിൾ, അവർ കൂടുതൽ വശംവദരായി തീരാറുണ്ട് ടു ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡാമേജ്. ഡിസാസ്റ്റർ, ദുരന്തങ്ങൾക്കും ഡാമേജ്, പ്രശ്നങ്ങൾക്കും ഒക്കെ, അതായത് ദുരന്തങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ആ ഒരു ഡാമേജസിനും ഒക്കെ കൂടുതൽ വശംവദരായിട്ട് എന്ത് തീരാറുണ്ട്. ഓഫ് ഓൾ ദ ഡിസാസ്റ്റേഴ്സ് ഫ്ലഡ്സ് ആർ ദി മോസ്റ്റ് കോമൺ, followed by windstorms, droughts and earthquakes. Of all the disasters, എല്ലാ ഡിസാസ്റ്ററുകളെയും എല്ലാ ദുരന്തങ്ങളെയും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഫ്ലഡ്സ് ആർ ദി മോസ്റ്റ് കോമൺ, ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് ഫ്ലഡ്സ് ആണ്, അതായത് പ്രളയമാണ്. ഫോളോഡ് ബൈ വിൻഡ് സ്റ്റോംസ്, അതുപോലെ തന്നെ വിൻഡ് സ്റ്റോംസ്, കൊടുങ്കാറ്റും, ഡ്രൗട്ട്സ്, വരൾച്ചയും, എർത്ത് കേക്സും, ഭൂമി കുലുക്കവും ഭൂചലനവും എല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്, ദുരന്തങ്ങളിൽ വരുന്നതാണ്. എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഈ വെള്ളപ്പൊക്കമാണ്, പ്രളയം. ഹവവർ
Drought is the deadliest, accounting for 48% of deaths due to natural disasters. However, സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഡ്രൗട്ട് ഈസ് ദ ഡെഡ്ലിയസ്റ്റ്, ഇതിൽ ഏറ്റവും മാരകമായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് ഡ്രൗട്ടാണ്, അതായത് വരൾച്ചയാണ്. അക്കൗണ്ടിങ് ഫോർ 48% ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ 48% മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് പ്രളയം കൊണ്ടോ ഭൂമികുലുക്കം കൊണ്ടോ അല്ല, മറിച്ച് വരൾച്ച എന്ന് പറയുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡ്രൗട്ടാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓഫ് ഓൾ ദി കോണ്ടിനെൻറ്റ്സ്, ഏഷ്യ ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് ടോൾ ഫ്രം ഡിസാസ്റ്റേഴ്സ്. ഓഫ് ഓൾ ദി കോണ്ടിനെൻറ്റ്സ്, എല്ലാ ഭൂഖണ്ഡങ്ങളെയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, എല്ലാ വൻകരകളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന ഏഷ്യ എന്ന് പറയുന്ന വൻകരയിലാണ് ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് ടോൾ ഫ്രം ഡിസാസ്റ്റേഴ്സ്. ദുരന്തങ്ങൾ മൂലം മനുഷ്യന് മരണം സംഭവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് ഏഷ്യ എന്ന് പറയുന്ന വൻകരയിലാണ്. ഏഷ്യയാണ് ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന മരണസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദി ഏഷ്യൻ കോണ്ടിനെൻറ്റ്. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയും നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ചൈനയും ബംഗ്ലാദേശും എല്ലാം ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ പെടുന്നതാണ്. അതായത് ഏറ്റവും കൂടുതൽ ദുരന്ത മരണങ്ങൾ സംഭവിക്കുന്ന കോണ്ടിനെൻറ്റിലാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ, due to its geographical location and geological formation, is highly prone to disasters. ഇന്ത്യയിൽ ഈ ദുരന്തങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇന്ത്യയുടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം കൊണ്ടും അതുപോലെ ജിയോളജിക്കൽ ഫോർമേഷൻ ഭൗമപരമായിട്ടുള്ള ചില സവിശേഷതകൾ കൊണ്ടും ഇന്ത്യയിൽ ദുരന്തങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ദുരന്തങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറ്റ്സ് ലോങ് കോസ്റ്റ് ലൈൻ, നീണ്ട കടൽ തീരം, സ്നോ ക്ലാഡ് പീക്സ്, മഞ്ഞുമൂടിയ മലനിരകൾ, ആൻഡ് ഹൈ മൗണ്ടൻ റേഞ്ചസ്, ഉയർന്ന പർവ്വത ശിഖരങ്ങൾ, ആൻഡ് ദി പെരിനിയൽ റിവേഴ്സ് ഇൻ ദി നോർത്ത്. അതുപോലെ ഈ വടക്ക് ദിക്കിൽ സ്ഥിതി ചെയ്യുന്ന പെരിനിയൽ റിവേഴ്സ്, പെരിനിയൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉറവ പറ്റാത്ത നദികളുടെ സാന്നിധ്യവുമെല്ലാം കമ്പൈൻ ടു ആഡ് ടു ദിസ് പ്രോബ്ലം, ഈ പ്രശ്നത്തിന് ആക്കും എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. അതായത് മേൽപ്പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ ഡിസാസ്റ്റേഴ്സിനുള്ള സാധ്യത എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞുമൂടിയ മലനിരകളും അതുപോലെ വടക്ക് ദിക്കിൽ ഒരിക്കലും പറ്റാത്ത നദികളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കലായിട്ടുള്ളതും അതുപോലെ ജിയോളജിക്കലായിട്ടുള്ളതുമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഇന്ത്യയെ കൂടുതൽ ഡിസാസ്റ്റർ പ്രോൺ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറ്റുകയാണ്. അതായത് ദുരന്തങ്ങൾക്കുള്ള സാധ്യത ഏറെയുള്ള രാജ്യമായിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, മാറ്റുകയാണ് ചെയ്യുന്നത്. India, which has only 2% of the total geographical area, has to support 18% of the total population of the world. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മോശമായിട്ടുള്ളൊരു പ്രത്യേകത ഇതാണ്. എന്താണ്? ഇന്ത്യ വിച്ച് ഹാസ് ഓൺലി 2% ഓഫ് ദി ജിയോഗ്രഫിക്കൽ ഏരിയ, ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ജിയോഗ്രഫിക്കൽ ഏരിയയുടെ 2% മാത്രമാണ് ഇന്ത്യക്കുള്ളത്. ഹാസ് ടു സപ്പോർട്ട്, അതേ ഇന്ത്യയിൽ തന്നെയാണ് 80% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി വേൾഡ്. ലോകത്തുള്ള ജനസംഖ്യയുടെ 18% ജനങ്ങളും അധിവസിക്കുന്നത്. കേവലം 2% ജിയോഗ്രഫിക്കൽ ഏരിയയും എന്നാൽ 18% പോപ്പുലേഷനുമാണ് ഇന്ത്യയിൽ അധിവസിക്കുന്നത്. ദെയർഫോർ, അതുകൊണ്ട് തന്നെ ദർ ഈസ് എ ട്രെമൻഡസ് പ്രഷർ ഓൺ ദി നാച്ചുറൽ റിസോഴ്സസ്. ആളുകൾ കൂടുതലായിട്ട് എന്തിനെ ഉപയോഗിക്കുന്നു? നാച്ചുറൽ റിസോഴ്സിനെ, പ്രകൃതി വിഭവങ്ങളെ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഉപയോഗിക്കുന്നു. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്യുന്നത്. കാര്യം എല്ലാവർക്കും എന്ത് ചെയ്യണം, ജീവിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണത്. വിച്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഈ ഒരു പ്രവർത്തനം കൂടുതലായിട്ട് നാച്ചുറൽ റിസോഴ്സിനെ, പ്രകൃതി സ്രോതസ്സുകളെ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള വിഭവങ്ങളെയൊക്കെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രഷറൈസ് ചെയ്യുന്നത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, അതായത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ലീഡ്സ് ടു ദി ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. എന്തിലേക്ക് നയിക്കുന്നു? ഡിസാസ്റ്ററുകളിലേക്ക്, ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നു. ഏതുപോലുള്ള ദുരന്തങ്ങളിലേക്ക്? നെയിംലി ഫ്ലഡ്സ്, പ്രളയം, ഡ്രൗട്ട്സ്, വരൾച്ച, ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചിൽ, എർത്ത് ഭൂചലനം മുതലായ ഭീകരമായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തങ്ങളിലേക്ക് ഇന്ത്യ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, നയിക്കുകയാണ് ചെയ്യുന്നത്. The northern region of India faces problems due to landslides, floods, droughts and earthquakes because this region falls under the seismic zones 3 to 5.
സീസ്മിക് സോൺ ഭൗമമേഖല 3 മുതൽ 5 വരെ വരുന്നതുകൊണ്ട് 5-നകത്ത് വരുന്നതുകൊണ്ട് ദ നോർത്തേൺ റീജിയൻ ഓഫ് ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങൾ ഫേസസ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുകയാണ്, നേരിടുകയാണ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്സ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ്: മണ്ണിടിച്ചിൽ, ഫ്ലഡ്സ്, പ്രളയം, ഡ്രൗട്ട്സ്, വരൾച്ച, ആൻഡ് എർത്ത് കേക്സ്, അതുപോലെ ഭൂചലനം. ഇതൊക്കെ അവിടെ, അതായത് ഇന്ത്യയുടെ വടക്കൻ റീജിയനിൽ ഈ പ്രശ്നങ്ങളൊക്കെയാണ് അവർ നേരിടുന്നത്. ഇത് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, ബിക്കോസ് ദിസ് റീജിയൻ ഫാൾസ് അണ്ടർ ദി സീസ്മിക് സോൺ 3 to 5. ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. അതായത് ഭൗമമേഖല 3-നും 5-നും ഇടയ്ക്ക്, സീസ്മിക് സോൺ 3-ക്കും 5-നും ഇടയ്ക്കാണ് ഈ പ്രദേശം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രത്യേകത കൊണ്ട് വരുന്ന ദുരന്തങ്ങളാണ്. The eastern region is confronted with heavy floods in the perennial rivers which include the Brahmaputra, the Ganga, etc. ദ ഈസ്റ്റേൺ റീജിയൻ, നമ്മുടെ ഈസ്റ്റേൺ റീജിയനിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ കിഴക്കൻ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, ഈസ്റ്റേൺ റീജിയൻ ഈസ് കൺഫ്രണ്ടഡ് വിത്ത് ഹെവി ഫ്ലഡ്സ്. അവിടെ എല്ലായ്പ്പോഴും എന്താണ് ഉണ്ടാകാറുള്ളത്? പ്രളയമാണ് ഉണ്ടാകാറുള്ളത്. ഇൻ ദി പെരിനിയൽ റിവേഴ്സ്, അവിടെ ഒരിക്കലും ഉറവ് പറ്റാത്ത നദികളുണ്ട്. വിച്ച് ഇൻക്ലൂഡ് ബ്രഹ്മപുത്ര, ദ ഗംഗ. ഗംഗയും ബ്രഹ്മപുത്രയും പോലുള്ള ഒരിക്കലും പറ്റാത്ത നദികളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ നദികൾ കരകവിഞ്ഞൊഴുകുന്ന സീസൺ വരുമ്പോൾ ഈസ്റ്റേൺ റീജിയനിൽ, ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള എന്തുണ്ടാകുന്നു? ഫ്ലഡ്സ്, അതായത് പ്രളയം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഡ്രൗട്ട്, ഹീറ്റ് വേവ്സ്, ഹെയിൽ സ്റ്റോംസ്, സൈക്ലോൺസ്, ഹെവി വിൻഡ്സ് ആൻഡ് എർത്ത് കേക്സ് ആർ കോമൺ ഇൻ ദിസ് റീജിയൻ. ഈ പറയപ്പെട്ട ഡ്രൗട്ട്സ്, അതായത് വരൾച്ചയും, ഹീറ്റ് വേവ്സ് ഭയങ്കരമായിട്ടുള്ള താപവും ചൂടും അത്യുഷ്ണവും, ഹെയിൽ സ്റ്റോംസ് അതുപോലെ തന്നെ മഞ്ഞ് വീഴ്ചയും, സൈക്ലോൺസും ഹെവി വിൻസും അതായത് കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും, ആൻഡ് എർത്ത് കേക്സ് ഭൂമി കുലുക്കവും ഭൂചലനവും എല്ലാം ആർ ഓൾസോ കോമൺ ഇൻ ദിസ് റീജിയൻ. ഈ റീജിയനിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്. ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, ഇനി വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, എൻകൗണ്ടേഴ്സ് ഫ്ലഡ്സ്. അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഫ്ലഡ്സ്, ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് എർത്ത് കേക്സ്. പ്രളയവും ലാൻഡ് സ്ലൈഡ്സും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഭൂചലനവും ഒക്കെയാണ്. ദിസ് റീജിയൻ കംസ് അണ്ടർ ദി സീസ്മിക് സോൺ 4 and 5. ഈ പറയപ്പെട്ട പ്രദേശം എവിടെയാണ് വരുന്നത്? സീസ്മിക് സോൺ 4-നും 5-നും ഇടയിലാണ് വരുന്നത്. അതായത് ഭൗമമേഖല 4-നും 5-നും ഇടയിലാണ് ഈ പ്രദേശം എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ, അതായത് വടക്ക് കിഴക്കൻ ഭാഗം എന്ന് പറയുന്നത്. The western region is widely known for severe droughts, wind erosion of land and soil, floods and cyclones. ഇനി നമുക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ, ദ വെസ്റ്റേൺ റീജിയൻ ഈസ് വൈഡ്ലി നോൺ ഫോർ. വെസ്റ്റേൺ റീജിയനിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിവിയർ ഡ്രൗട്ട്സ്, ഭീകരമായിട്ടുള്ള വരൾച്ചയും, അതുപോലെ വിൻഡ് ഇറോഷൻ ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ, കാറ്റിൻ്റെ ശക്തി മൂലം, അതായത് കാറ്റ് മൂലമുണ്ടാകുന്ന മണ്ണിൻ്റെയും പൊടിയുടെയും ഒക്കെ, അതായത് മണ്ണിൻ്റെയും ഭൂമിയുടെയും ഒക്കെ അപരദനം, ഫ്ലഡ്സ് ആൻഡ് സൈക്ലോൺസ്. കൂടാതെ ഫ്ലഡ്സ്, പ്രളയവും സൈക്ലോൺസും ചുഴലിക്കാറ്റും ഒക്കെയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ റീജിയനിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഏരിയ ഈസ് ഓൾസോ പ്രോൺ ടു എർത്ത് കേക്സ്. ഈ പ്രദേശങ്ങളിൽ എന്തും കാണപ്പെടാറുണ്ട്. എർത്ത് കേക്സ്, അതായത് ഭൂമി കുലുക്കം, അതായത് ഭൂചലനവും സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. ദ സദേൺ റീജിയൻ, ഇനി നമ്മൾ ഇന്ത്യയുടെ തെക്കൻ തീരത്തേക്ക് വരികയാണെങ്കിൽ, തെക്കൻ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ, അതായത് കേരളത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ, കേരളം ഉൾപ്പെടുന്ന റീജിയനിലേക്ക് വരികയാണെങ്കിൽ, പർട്ടിക്കുലർലി ദ കോസ്റ്റൽ റീജിയൻ എസ്പെഷ്യലി, പ്രത്യേകിച്ച് എവിടേക്ക് വരികയാണെങ്കിൽ തീരപ്രദേശത്തേക്ക് വരികയാണെങ്കിൽ, ഈസ് വൾണറബിൾ ടു സൈക്ലോൺസ്. ഇന്ത്യയുടെ തീരപ്രദേശം, ഈ പറയപ്പെട്ട തെക്കൻ തീരപ്രദേശമൊക്കെ ഏറ്റവും കൂടുതൽ എന്തിന് വശംവദരായി തീരാറുണ്ട്? സൈക്ലോൺസ്, കൊടുങ്കാറ്റിന് എന്ത് ചെയ്യാറുണ്ട്? വശംവദരായിട്ട് തീരാറുണ്ട്. അതുപോലെ സീ ഇറോഷൻ, സുനാമി ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. കടൽക്ഷോഭത്തിനും അതുപോലെ സുനാമിക്കും മണ്ണിടിച്ചിലിനുമൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മലയിടിച്ചിലിനുമൊക്കെ പിന്നെ കൂടുതൽ പ്രോണായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വൾണറബിളായിട്ട് മാറുന്ന പ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. ദ ഐലൻഡ്സ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ആർ കൺഫ്രണ്ടഡ് വിത്ത് ദി പ്രോബ്ലംസ് ഓഫ് സീ ഇറോഷൻ ആൻഡ് സുനാമി. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അതുപോലെ തന്നെ ലക്ഷദ്വീപുകളും എല്ലാം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് സീ ഇറോഷൻ ആൻഡ് സുനാമി, കടൽക്ഷോഭവും അതുപോലെ സുനാമി പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്, കടൽക്ഷോഭവും ഒക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ ഇന്ത്യൻ കോസ്റ്റൽ ഏരിയാസ് ഹാവ് ഫേസ്ഡ് സം ഓഫ് ദി സിവിയറസ്റ്റ് cyclones both along the eastern and western coasts. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരദേശങ്ങൾ
ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റുകളെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ കോസ്റ്റൽ ഏരിയാസ് എവിടെയുള്ള ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഏരിയാസിലുള്ള കോസ്റ്റൽ ഏരിയാസ് സിവിയറസ്റ്റ് ആയിട്ടുള്ള, അതായത് ഭയങ്കരമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള കൊടുങ്കാറ്റിനെയൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. Among all the disasters in India, the tsunami is a relatively new phenomenon. ഇന്ത്യയിലെ എല്ലാ ദുരന്തങ്ങളിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ സുനാമി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഏറ്റവും പുതിയത്, അല്ലെങ്കിൽ സുനാമി എന്ന് പറയുന്നതാണ് ഏറ്റവും പുതിയൊരു ദുരന്തമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ആൻ ആഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം, ഒരു നല്ല മുന്നറിയിപ്പ് നൽകുന്ന ഒരു സമ്പ്രദായം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ദ സുനാമി ഓഫ് 2004 2004 ഉണ്ടായ സുനാമി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഡിവാസ്റ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് ദി കോസ്റ്റൽ റീജിയൻസ് ഓഫ് തമിഴ്നാട്, കേരള ആൻഡ് ആന്ധ്രാപ്രദേശ് ബിസൈഡ്സ് ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഈ ഒരു വാർണിംഗ് സിസ്റ്റം ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ 2004 നടന്ന ഈ സുനാമി എന്ന് പറയുന്ന ആ ഒരു ദുരന്തം ഡിവാസ്റ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് ദി കോസ്റ്റൽ റീജിയൻസ്, നമ്മുടെ കടൽ തീരങ്ങളുടെ ഒരു സിംഹഭാഗവും എന്ത് ചെയ്തു, കവർന്നെടുത്തു. ഏതൊക്കെ പ്രദേശങ്ങളിലെയാണ്? തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ആന്ധ്രാപ്രദേശിലെയും. എന്തിനു പുറമെ? ബിസൈഡ്സ് ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് പുറമേ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഒക്കെ കോസ്റ്റൽ റീജിയൻസിനെ ഒരുപാട് കവർന്നെടുത്ത ഒരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിരുന്നു 2004 സുനാമി എന്ന് പറയുന്നത്. അതിനൊരു പ്രോപ്പറായിട്ടുള്ള വാർണിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനുള്ളൊരു പ്രധാനപ്പെട്ട ആ പോയിൻ്റ്, ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ക്ലെയിംഡ് എ ലാർജ് നമ്പർ ഓഫ് ലൈവ്സ് ആൻഡ് ഡിസ്ട്രോയ്ഡ് പ്രോപ്പർട്ടി വർത്ത് ക്രോർസ് ഓഫ് റുപ്പീസ്. ഇറ്റ് ക്ലെയിംഡ് എ ലാർജ് നമ്പർ ഓഫ് ലൈവ്സ്, ഒരുപാട് ജീവഹാനി വരുത്തുകയും അതുപോലെ അതിൻ്റെ ഡിസ്ട്രോയ്ഡ് പ്രോപ്പർട്ടി വർത്ത് ക്രോർസ് ഓഫ് റുപ്പീസ്, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരുന്നു സുനാമി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. India has faced a number of disasters ranging from natural disasters like floods, earthquakes, cyclones, tsunami, droughts and landslides to man-made disasters like Bhopal gas tragedy 1984. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടായിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്കറിയാം. ഫ്ലഡ്സും എർത്ത് സൈക്ലോൺസും സുനാമിയും ഡ്രൗട്ട്സും വരൾച്ചയും അതുപോലെ ലാൻഡ് സ്ലൈഡ്സും മണ്ണിടിച്ചിലും എല്ലാം ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളാണ്. ഇനി മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഏതാണ്? ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് പറയുന്നത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയാണ്. ഭോപ്പാൽ വാതക ദുരന്തം 1984 ഭോപ്പാൽ വാതക ദുരന്തമാണ് ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് സെഞ്ച്വറി, ഈ ഒരു നൂറ്റാണ്ടിൽ ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് സം മേജർ ഡിസാസ്റ്റേഴ്സ്. ഇന്ത്യ ഒരുപാട് മേജറായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന്, അതായത് ദുരന്തങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദുരന്തങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, അഭിമുഖീകരിച്ചിട്ടുണ്ട്. വിച്ച് ഇൻക്ലൂഡ്, അതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? ദ ഗുജറാത്ത് എർത്ത് കേക്ക് 2001 2001 ഗുജറാത്ത് ഭൂചലനം, ദ മുംബൈ ഗുജറാത്ത് ഫ്ലഡ്സ് 2005 2005 മുംബൈ ഗുജറാത്ത് പ്രളയം, ദ സുനാമി 2004 2004 സുനാമി, ദ ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സ് ആൻഡ് ദ ഹറിക്കെയിൻ ഫെയിലിൻ ഇൻ ദി കോസ്റ്റൽ ഒറീസ ആൻഡ് ആന്ധ്രാപ്രദേശ് ഇൻ 2013. അതുപോലെ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയവും ഹറിക്കെയിൻ ചുഴലിക്കാറ്റും. എന്താണ് ചുഴലിക്കാറ്റിൻ്റെ പേര്? ഫെയിലിൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. ആൻഡ് ദി ഹറിക്കെയിൻ ഫെയിലിൻ ഇൻ ദി കോസ്റ്റൽ ഒറീസ ആൻഡ് ആന്ധ്രാപ്രദേശ് 2013 ആന്ധ്രാപ്രദേശിൻ്റെയും അതുപോലെ ഒറീസയുടെയും തീരത്ത് ആഞ്ഞടിച്ച ഫെയിലിൻ എന്ന് പറയുന്ന 2013 ആഞ്ഞടിച്ച ചുഴലിക്കാറ്റും എല്ലാം ഇന്ത്യയിൽ ഒരുപാട് നാശങ്ങൾ വിതച്ച ദുരന്തങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ റേഞ്ച് ചെയ്യുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ദുരന്തങ്ങളുടെ ഒരു കണക്കെടുപ്പാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പേജുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ദുരന്തങ്ങളുടെ പേജുകൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങളുടെ ഒരു സീരീസ് തന്നെ, നാച്ചുറൽ ആയിട്ടുള്ളതായാലും മാൻമെയ്ഡ് ആയിട്ടുള്ളതായാലും ഒരുപാട് ദുരന്തങ്ങളുടെ ഒരു സീരീസ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ എന്ന് പറയുന്നത് ഡിസാസ്റ്റേഴ്സിന് പ്രോൺ ആയിട്ടുള്ള ഒരു സോണാണ്. അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി നോക്കുകയാണെങ്കിലും ജിയോളജിക്കൽ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ, ഭൗമശാസ്ത്രപരമായിട്ട് നോക്കിയാലും അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും ഇന്ത്യയുടെ പ്രത്യേകതകൾ എന്തിന് പ്രോണായിട്ടുള്ളതാണ്? ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് പ്രോണായിട്ടുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ദുരന്തങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാം. താങ്ക് യു.